സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾ അക്ഷരം സമ്പാദിക്കാം നമ്മുടെ എത്തിച്ചേർന്ന ഉദ്ഘാടന സിസ്റ്റമയ്ക്ക് അധ്യക്ഷന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസംബ്ലി സ്ഥാപനം السلام عليكم ورحمة الله تعالى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قال سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين ولوجهه من وجهه قمر ولعينه من عينه كحل. واعلموا يا أمة محمد صلى الله عليه وسلم. ഏറ്റവും സ്നേഹമുള്ള ഈ മഹനീയമായ മദറുർ റസൂൽ സംഗമത്തിൽ ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞ ധീരനായ പ്രസിഡന്റ് ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസംഗമായിരുന്നു. നമ്മുടെ കുട്ടികളുടെ അപശബ്ദങ്ങളും നമ്മുടെ മനസ്സ് പല മേഖലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് കണ്ണംകുളത്തുള്ള പ്രസിഡന്റ് വളരെ ജനറലായി സമകാലിക വിഷയങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് പ്രഭാഷണം നടത്തിയപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയൊന്നും പ്രസിഡന്റ് ആകേണ്ട ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു തആല ദീർഘായുസ്സ് ആശംസിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗത പ്രഭാഷണം നടത്തിയ വാക്കുകളെ വളരെ സ്പഷ്ടമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു തന്ന മഹലിന്റെ സർവാത്മകമായ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് മുന്നിൽ നൽകിയ ചെറുപ്പക്കാരനാണ്, പ്രിയ സുഹൃത്താണ് മുഹമ്മദ് ഷാനവാസ്. കർമ്മകുശലനാണ്. അല്ലാഹു തആല എന്നും കർമ്മ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ നാടിന്റെ എല്ലാം എന്ന് പറയും
എല്ലാ വിഷയങ്ങളിലും വളരെ ആക്റ്റീവായി മുമ്പിലുണ്ടാവണം. നാട്ടുകാരനാണെങ്കിൽ നാട്ടുകാരനെ പോലെ, ചെറുപ്പക്കാരുടെ കൂടെയാകുമ്പോൾ ഒരു ചെറുപ്പക്കാരനായി, കുട്ടികളുടെ കൂടെയാകുമ്പോൾ അവരുടെ കൂടെയായി, നാടിന്റെ എല്ലാ പുരോഗതിയും നാടിന്റെ പൾസ് മനസ്സിലാക്കി ഈ നാടിന്റെ അഭിമാനമായി ശ്രേഷ്ഠരായ പണ്ഡിത സുഹൃത്ത് ബഹുമാനപ്പെട്ട ഹാഷിം ബാഖവി അല്ലാഹു ഇനിയും ഒരുപാട് ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ കുട്ടികളുടെ നൈസർഗികമായ വാസനകളെ പരിപോഷിപ്പിക്കാനും ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി അതെങ്ങനെ ലേൺ ചെയ്യണമെന്ന് വളരെ കുശാഗ്രമായ ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സലീം മാസ്റ്റർ അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ഉള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ സത്താർ ഹാജി, അതുപോലെ PV അമീർ അലി, മറ്റ് സദസ്സിലുള്ള ആളുകൾ, എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വത്സനുജന്മാർ, അനുജത്തിമാർ, പ്രിയപ്പെട്ട മാതാക്കൾ, അല്ലാഹുവേ പടച്ചതമ്പുരാനെ ഈ സംഗമം നീ കബൂൽ ചെയ്യണേ. നമുക്കറിയാം, കണ്ണംകുളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് മദ്രസ. നവീകരിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞല്ലോ. നല്ലൊരു പുതിയ മദ്രസ പോലെ എല്ലാ സംവിധാനത്തോടും കൂടി. ഇതൊക്കെ ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ പ്രവാചക പ്രേമത്തിന്റെ ഒരു ഭാഗമാണ്. എന്താണ് നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിലൂടെ മദ്രസയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മദ്രസ എന്ന് പറയുന്നത് അത് സംസ്കരണമാണ്. ഇന്നും നമുക്കറിയാം, യൂട്യൂബുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ചില അല്പജ്ഞാനികൾ, മതബോധമില്ലാത്തവർ, മതത്തെ വേണ്ടതുപോലെ പഠിക്കാത്തവർ, ഞാൻ മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് യുക്തിവാദിയും നിരീശ്വരവാദിയായിട്ടൊക്കെ പറയുന്ന നാമധാരികൾ. അത്തരം ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ അവർ മതത്തെക്കുറിച്ചോ മതത്തിന്റെ ആശയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മദ്രസയിൽ വെച്ച് പഠിക്കേണ്ട വിഷയങ്ങളോ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയ നിലക്ക് പറയുന്നവരാണ്, പ്രവാചക പ്രേമിയാണ്, പ്രവാചക സ്നേഹമുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എത്ര റബീഉൽ അവ്വൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൂടി? റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറെ ലഡു കൊടുത്ത്, കുറെ മധുരം കൊടുത്ത്, കുറെ ഘോഷയാത്ര നടത്തി, കുറെ പാട്ട് പാടി പ്രസംഗിച്ചു. ഈ പ്രഭാഷണവും ഗാനങ്ങളും പിൽക്കാലത്ത് നമ്മുടെ മക്കൾക്ക് ഉപകരിച്ചിട്ടുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. ഒരു കുട്ടി 10 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്, അവൻ പ്രസംഗിച്ചു, ഫസ്റ്റ് വാങ്ങി, നല്ല സമ്മാനം വാങ്ങി, അൽഹംദുലില്ലാ ആകരുത്. 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന വേണം. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എന്റെ മകനാണ്, അവന് നീ ദഅവത്തിന്റെ വഴിയിൽ വളർത്തിയെടുക്കണേ അല്ലാഹ്, ദീനിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു കുഞ്ഞാക്കണേ അല്ലാഹ് എന്നൊരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അവിടെയാണ് സന്തോഷിക്കേണ്ടത്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കയറി നമ്മുടെ മക്കൾ ചിലപ്പോൾ പ്രവാചകന്മാരായിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ, ദഅവത്തിന്റെ മാർഗത്തിൽ എന്റെ മോനെ നീ ഒന്ന് വളർത്തണേ അല്ലാഹ് എന്നൊരു ദുആ എപ്പോഴും ഉണ്ടാകും. ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളുടെ കമ്മ്യൂണിക്കേഷൻ അത് മൊബൈലാണ്. മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാമായി. ഈ ഒരു സംവിധാനം, സാഹചര്യം നമ്മൾ മാറ്റിയേ പറ്റൂ. കാരണം ഉമ്മാക്ക് തിരക്കുണ്ടെങ്കിൽ ഉമ്മ എന്താ ചെയ്യാം? ഉമ്മാക്ക് തിരക്കുണ്ട്, അല്ലെങ്കിൽ ഉമ്മാക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, നീ എന്തെങ്കിലും വീട്ടിലെ തിരക്കാകട്ടെ, നമ്മുടെ ഉമ്മമാരെന്താ ചെയ്യാം?
നമ്മുടെ ഉമ്മമാര് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് മക്കളെ കയ്യിൽ കൊടുക്കും. സൈലന്റ്, ഒരു പ്രശ്നമില്ല. 1 മണിക്കൂർ വേണം മക്കളുടെ കരച്ചിൽ നിർത്തി. ഇതാകരുത് നമ്മുടെ സംസ്കാരം. മൊബൈലിന്റെ അടിമകളായി മാറി. ആ അടിമകളായത് കൊണ്ടാണ് ആത്മഹത്യകൾ നടന്നത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പാണല്ലോ മേൽപ്പറമ്പിൽ വെച്ചുകൊണ്ട് പ്രായപൂർത്തി പോലും ആകാത്ത ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ആ വീട്ടിൽ മിനിയാതെ പോയിട്ടുണ്ടായിരുന്നു. മേൽപ്പറമ്പിൽ ഒരു കട ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് സബ്ബാർ തങ്ങളും ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടിൽ പോയപ്പോ നിരന്തരമായി കുട്ടിയെ വശീകരിച്ച്, ആലോചിച്ചു നോക്കണം, വിദ്യ നുകരേണ്ട, വിദ്യ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവനെന്ന് അധ്യാപകനെന്ന് പറഞ്ഞുകൂടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടി അവസാനമായി അധ്യാപകനോട് പറഞ്ഞ വോയിസ് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു രക്ഷയില്ല. എന്റെ ഉമ്മ അറിഞ്ഞിരിക്കുകയാണ് ഈ കണക്ഷൻ, ഈ സ്നേഹം, ഈ ബന്ധം ഉമ്മ അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? അന്നേരം അധ്യാപകൻ പറഞ്ഞു പോലും, വീട്ടില് എന്താ നമ്മളെന്താ പറയാ, അതിൽ കെട്ടി തൂങ്ങി മരിച്ചോ. അറിയിക്കണം. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരച്ചിലടക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും. ഇതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ മക്കൾ മോശമായി. 2 ദിവസം നിങ്ങൾ വായിച്ചിട്ട് പൊന്നാനിയിൽ +1 പഠിക്കുന്ന കുട്ടി മൊബൈല് താഴെ വീഴും. മൊബൈൽ താഴെ വീണപ്പോ മൊബൈൽ പൊട്ടി. കുട്ടി ആത്മഹത്യ ചെയ്തു. പഴയ കാലത്ത് ഒരിക്കൽ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ള മതം അത് ഇസ്ലാം മതമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഈമാൻ, വിശ്വാസമുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന രൂഢമൂലമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യാത്തത്. +1 പഠിക്കുന്ന മുസ്ലിം കുട്ടി ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? ഉമ്മമാരെ, രക്ഷിതാക്കൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. മൊബൈല് പൊട്ടിയപ്പോ ഉപ്പ വഴക്ക് പറയത്രേ. ഉപ്പ വഴക്ക് പറയും. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നാം നന്നാക്കിയെടുക്കേണ്ടത്? ലക്ഷങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മദ്രസയിൽ പോകുന്ന മക്കൾ ആരായിരിക്കണം? രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും മദ്രസ തുറക്കലായാലും തുറന്നിട്ടുണ്ടാവും. ഇവിടെ സ്കൂളൊക്കെ തുറക്കലായി. ആദ്യമായിട്ട് മദ്രസയിൽ പോകുന്ന കുട്ടിയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കാൻ എത്ര ഉപ്പാക്ക് കഴിഞ്ഞിട്ടുണ്ട്? കവിളത്ത് ചുംബനം കൊടുക്കാൻ എത്ര ഉപ്പാക്ക് കഴിഞ്ഞിട്ടുണ്ട്? അവരെ തലോടി മദ്രസയിലേക്ക് അയക്കാൻ വാപ്പാക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പോകുന്ന മകൾ അവരുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന്റെ അകത്ത് വളരെ ഡീപ്പായിട്ടൊന്നുണ്ടാകും, എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ സ്വന്തം ഉമ്മ, എന്റെ സ്വന്തം പാപ്പ, എന്റെ സ്വന്തം അനുജൻ, എന്റെ അനുജത്തി, എന്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി. ഈ ഒരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. ഒന്നുമില്ല, ചിലപ്പോ മക്കളെ മദ്രസയിൽ പോകും, ഉമ്മ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, ഉപ്പ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് പിൽക്കാലത്ത് നിരീക്ഷണവാദികളും യുക്തിവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളുമായി നമ്മുടെ മക്കൾ മാറുന്നത്. വലിയ സന്തോഷത്തോടു കൂടെയാണ് ഈ മദ്രസന്റെ നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവരുടെ പഠനത്തിന്റെ വിഷയത്തിൽ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആണാവട്ടെ പെണ്ണാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അടുപ്പിന്റെ 3 കല്ല് പോലെ, ഒരു അടുപ്പിന്റെ 3 കല്ല് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയും ടീച്ചറും അല്ലെങ്കിൽ ഉസ്താദും ഒരു അടുപ്പിൽ 3 കല്ല് പോലെ ആയിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടീച്ചറും അതുപോലെ തന്നെ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും. അങ്ങനെയാണ് ആലോചിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സ്വത്തുകൾ കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഒരു മകൻ പഠിക്കുകയാണ്, ഒരു മകൾ പഠിക്കുകയാണ്. നമുക്കൊരു 10 സെന്റ് സ്ഥലമുണ്ടെന്ന് കരുതുക. നമ്മളത് കൊടുക്കൂല.
പഠനത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും മക്കൾക്ക് കൊടുക്കൂല. നമ്മുടെ മക്കൾ പഠിക്കൂല. പക്ഷെ ഈ മക്കൾക്ക് ഈ സ്വത്ത് കിട്ടപ്പെടാ നമുക്ക് 60-70 വയസ്സായി നമ്മൾ ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം കിട്ടുന്ന ഓഹരി വെച്ച് കിട്ടുന്ന 1-2 സെന്റ് സ്ഥലം കൊണ്ട് മക്കൾക്ക് എന്ത് ഉപകാരമാണ്? പഠിക്കുന്ന മക്കൾക്ക് സ്വത്തുകൾ എഴുതി കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരെ പഠിപ്പിച്ചാൽ പ്രായമാകുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും സാധനമാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവര് പറയും, ഞാൻ കഷ്ടപ്പെട്ടിട്ട് പെയിന്റ് അടിച്ചിട്ടും അതുപോലെ കല്ല് കെട്ടിയിട്ടും കൂലിപ്പണിയെടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. എന്റെ ബാപ്പ എന്റെ ഉമ്മ ഞങ്ങളെ തിരിഞ്ഞോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കൊടുക്കാനും പറ്റില്ല. ആ അവസ്ഥയിലെത്തിക്കരുത്. ഏതുകൊണ്ടും നമ്മുടെ സ്വത്ത് നമ്മുടെ മക്കളുടെ പേരിൽ പോകുമല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വത്തിന്റെ അവകാശം മക്കൾക്കാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് ഒരു SSLC കഴിഞ്ഞ ഒരു കുട്ടി, ആ കുട്ടിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്. നമ്മൾ പറയും എന്റെ അടുത്തൊന്നുമില്ല. ഈ സ്വത്ത് നമ്മൾ കെട്ടി കൂട്ടി വെക്കുകയാണ്, നമ്മുടെ കാശുകൾ പെട്ടിയിൽ വെക്കുകയാണ്. എന്നിട്ടോ ഈ സ്വത്ത് കിട്ടുമ്പോഴേക്ക് നമ്മുടെ മക്കൾക്ക് 40-50 വയസ്സായിട്ടുണ്ടാകും. എന്ത് ഗുണമാണ്? ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടിയുള്ളതാണ് മദ്രസകൾ, അതിന് വേണ്ടിയുള്ളതാണ് ഓരോ റബീഉൽ അവ്വൽ മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ, റബീഉൽ അവ്വൽ ഓരോ വർഷം കടന്നു വരുമ്പോ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതൊന്നുമില്ല. പിന്നെന്തുകൊണ്ട് നമുക്ക് ഇതെന്തുകൊണ്ട് ഗുണമാണുള്ളത്? ഈ അടുത്ത് ഉമ്മമാര് ശ്രദ്ധിക്കണം. 2 ആഴ്ച മുമ്പ് കുമ്പളയിലുള്ള ഒരു സഹോദരി ഫോൺ ചെയ്തു. എന്നിട്ട് പൊട്ടിക്കരയുക. എനിക്കാരാണെന്ന് ആ സ്ത്രീയെ എന്റെ വലിയ പരിചയമൊന്നുമില്ല. ആ സ്ത്രീ പറഞ്ഞു, സ്വലാത്തിന് വരാറുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് വർഷങ്ങളോളം ജയിലായിരുന്നു വിദേശത്ത്. ആലോചിക്കണം, നമ്മൾ വിദേശത്ത് ജയിലായിരുന്നു. ഒരിക്കൽ പോലും നാട് കാണില്ല എന്ന് കരുതിയിരുന്നു. എന്റെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, നിനക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ. 1.5 വയസ്സുള്ള കുട്ടി ഉണ്ടാകുമ്പോഴാണ് ജയിലിലായത്. നിനക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ. ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ കുട്ടിയുടെ പരാതി? ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ പരാതി എന്നറിയുമോ? ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞപ്പോ ജയിൽ മോചിതനായി തിരിച്ചു വന്നു. പക്ഷേ കുട്ടിയെ അടുപ്പിക്കുന്നില്ല, കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല. ചെറുപ്പത്തിൽ ഉപ്പാന്റെ സ്നേഹം ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ലത്രേ. കുട്ടി ഇപ്പോൾ പ്രായമായി എന്ന് പറഞ്ഞാൽ 11-12 വയസ്സായി. പക്ഷേ ആ ബാപ്പാന്റെ സ്നേഹം കിട്ടാത്ത കുട്ടി. നമ്മൾ ആലോചിച്ചു നോക്കണം. ബാപ്പ പറയുന്നു 10 വയസ്സ് കഴിഞ്ഞില്ലേ എന്റെ അടുത്തേക്കാൻ പാടില്ല. രക്ഷിതാക്കൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് ആ തെറ്റിദ്ധാരണ എന്നറിയോ? ചെറിയ പ്രായത്തിൽ മാത്രമേ ഉപ്പാക്കുമാർക്ക് കുട്ടികളെ ചുപ്പിക്കാൻ പാടുള്ളൂ എന്ന തെറ്റിദ്ധാരണ. നമ്മുടെ മക്കൾ 40 വയസ്സായത് നമ്മുടെ മക്കളാണ്. അവരെ നാം സ്നേഹത്തോടെ ചുപ്പിക്കാൻ കഴിയണം. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു റസൂൽ ചുപ്പിക്കാറുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. നമ്മൾ വിരിപ്പിൽ ഒന്നിച്ച് 10 വയസ്സ് കഴിഞ്ഞാൽ ഒന്നിച്ച് കിടത്തരുത് എന്ന് മാറ്റിവെച്ചാൽ, കല്യാണം കഴിഞ്ഞ നിന്റെ മകളാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ബാപ്പ വന്ന് തലോടിയിട്ട് അയക്കണം. ആ ബാപ്പ വന്ന് സ്നേഹത്തോടെ ഒരു നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കണം. നിന്റെ മകളാണത്, നിനക്ക് അവളെ ചുംബിക്കാൻ സ്നേഹത്തോടെ. പക്ഷേ 10 വയസ്സായാൽ വിരിപ്പിൽ നിന്ന് മാറ്റി കിടത്തണമെന്ന് മാത്രം പഠിച്ചത് കൊണ്ട് ചില രക്ഷിതാക്കളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. 12 വയസ്സും 15 വയസ്സുള്ള മക്കളെ കൂടെ ഇരിക്കാം. ഇസ്ലാം അതിനെതിരല്ല. അവരോട് തമാശ പറയാം, അവരുടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒരിക്കലും 18 വയസ്സാകുമ്പോൾ ഉപ്പ ശരിയില്ല, ഉമ്മ ശരിയില്ല, കുടുംബം ശരിയില്ല, മതം ശരിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സെക്യുലറിസത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ സുന്ദരമായ ആശയങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സമുദായത്തിന്റെ മുമ്പിൽ ചിഹ്നങ്ങളായി, സമുദായത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി നമ്മുടെ മക്കൾ മാറില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പത്തിലെ മക്കളെ സംസ്കരിച്ച് വളർത്തി കൊണ്ടുവരാൻ കഴിയണം. മദ്രസയിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നു. മദ്ഹബുർ റസൂലിൽ ഇതായിരിക്കട്ടെ ഇന്നത്തെ വിഷയം. കാരണം മദ്രസയിൽ വെച്ച് പഠിക്കുന്ന മോനെ നീ കിടന്നുറങ്ങുമ്പോ ബിസ്മി പറയണം, ഇല്ലേ? ഉമ്മാനോട് സലാം പറയണം, ഉമ്മാനോട് സലാം പറയണം. നീ നിന്റെ ഭക്ഷണത്തിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് കഴിക്കണം. ഇത് നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചു. വീട്ടിൽ ഇതുണ്ടോ? ഈ വീട്ടിൽ ഒരു സംസ്കാരമുണ്ടോ?
നമ്മുടെ മക്കളോട് ഏതെങ്കിലും ഒരു ഉപ്പ ബിസ്മി കൂട്ടാത്തതിന്റെ പേരിൽ, എടാ നീ ഇന്ന് ഭക്ഷണം കഴിച്ച ബിസ്മി കൂട്ടിയോ ചോദിച്ചോ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞോ? നീ നിന്റെ ബാപ്പാക്ക് ദുആ ചെയ്യാറുണ്ടോ മോനെ? നീ നിന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാറുണ്ടോ ചോദിച്ചോ? ഇതൊന്നുമില്ലാതെ വെറും ഇങ്ങനെ വെറുതെ ഒന്ന് ജീവിച്ചു പോയതൊന്നും കൊണ്ട് കാര്യമില്ല. നാളെ നീ കിടക്കുന്ന സമയത്ത്, നാളെ നമ്മൾ ചിലപ്പോൾ ഐസിയുലായിരിക്കും, അല്ലാഹു കാക്കട്ടെ. മക്കളെ പഠിപ്പിച്ചു, 4ഉം 5ഉം മക്കൾ. അവർ എഞ്ചിനീയറാണ്, അവർ ഡോക്ടറാണ്, അവർ അമേരിക്കയിലാണ്. പക്ഷേ അവസാന സമയത്ത് ഉപ്പാന്റെ വായയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ മക്കളില്ലാതെ ഹോസ്പിറ്റലിന്റെ 4 ചുമരുകളെ സാക്ഷി നിർത്തിയിട്ട് അന്ത്യശ്വാസം വലിച്ചു പോയ ഉപ്പമാരുണ്ട്. കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കാര്യം? ഇന്ന് എത്രയോ കുടുംബത്തിലെ കുഴപ്പം എന്താണെന്ന് അറിയുങ്ങൾക്ക്? പാപ്പ മരിക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ജ്യേഷ്ഠനനുജനൊക്കെ നല്ലവരായിരുന്നു, പെങ്ങള് നല്ലവരായിരുന്നു. കോടിക്കണക്കിന് സ്വത്തുകൾ ഉണ്ടാക്കി വെച്ച ഉപ്പ മരിച്ചിട്ട് കബറിൽ പോയി ആ മയ്യത്തിന്റെ ചൂട് തണിയുന്നതിന് മുമ്പ് തന്നെ സ്വത്തിന്റെ പേരിൽ തർക്കങ്ങളാണ്, സ്വത്തിന്റെ പേരിൽ കുഴപ്പങ്ങളാണ്. അങ്ങനെ തമ്മിൽ തർക്കിച്ച് കുഴപ്പങ്ങളും കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാവുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാതിരിക്കാൻ നമ്മൾ ഇസ്ലാമിന്റെ പാഠം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരൊരു പ്രവാചക ചര്യയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു തആല പറഞ്ഞത്, പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, മക്കൾക്ക് മര്യാദ പഠിപ്പിക്കുന്ന വിഷയത്തിൽ 3 കാര്യം നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. ഏതാണെന്ന് അറിയുമോ? 1, അദ്ദിബു ഔലാദകും മിൻ 3 ഖിസാൽ. 3 കാര്യങ്ങളാണ് മക്കൾക്ക് മര്യാദ പഠിപ്പിക്കുക. 1, ഹുബ്ബി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പ്രവാചകരോടുള്ള സ്നേഹം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നന്നായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവിടുത്തെ ജീവിതം, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ചര്യ, അവിടുത്തെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ നന്നായി പഠിപ്പിച്ചു കൊടുത്ത് കൽബിന്റെ അകത്ത് പ്രവാചക പ്രേമത്തിന്റെ വലിയൊരു ലോകം സൃഷ്ടിച്ചാൽ നിന്റെ 8 വയസ്സുള്ള പൊന്നുമോൻ പറയുമെത്രേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ പറയും, എന്റെ റോൾ മോഡൽ അത് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന മക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ എന്റെ ഹബീബിന്റെ പേരാണ് പറയുന്നതെന്ന ചിന്ത നമ്മുടെ മക്കളുടെ കൽവിൽ, ആണിന്റെയും പെണ്ണിന്റെയും കൽവിൽ വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ മക്കളുടെ മനസ്സിന്റെ അകത്ത് പ്രവാചക പ്രേമങ്ങൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വെച്ചുകൊണ്ട് ഇടക്കിടക്കൊക്കെ നമ്മൾ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു, സിനിമ ചർച്ച ചെയ്യുന്നു, യൂട്യൂബ് ചർച്ച ചെയ്യുന്നു, ഫേസ്ബുക്ക് ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 1 മില്യൺ വ്യൂസ് കിട്ടിയത് ചർച്ച ചെയ്യുന്നു. അവിടെ ഇവിടെയും സ്വന്തം ഭാര്യമാരുടെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് യൂട്യൂബ് ചാനലുകൾ വികസിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യും. അതൊക്കെ വലിയ ചർച്ചയാണ് ഇന്ന് പെണ്ണുങ്ങളുള്ളത്. ചെറിയ കുട്ടികൾ പോലും പറയുന്നത് ഇത്ര മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ഇന്നൊക്കെ യൂട്യൂബിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ലതിനു വേണ്ടി യൂട്യൂബ് ഉപയോഗിക്കാം, നല്ല ഫംഗ്ഷനുകൾ ചെയ്യാൻ കുഴപ്പമില്ല. ഇതൊക്കെയാണ് ചർച്ചകൾ. ഈ ചർച്ചകൾക്കിടയിൽ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ പറയണം, ഞാനൊരു കഥ പറയട്ടെ. ഉപ്പ പറയണം, ഞാനൊരു കഥ പറയട്ടെ. എന്താണ് കഥയെന്ന് അറിയുമോ? ഇത് മറ്റാരുടെയും കഥയല്ല, നബി മുഹമ്മദ് മുസ്തഫ കഥ കേട്ടാൽ കണ്ണ് നിറഞ്ഞോണം. ഒരിക്കലൊരു സഹാബി, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ അടുക്കലേക്ക് വന്നു എന്ന് പറഞ്ഞാല് ഒന്ന് കൈപിടിക്കണം. ഒന്ന് കേൾക്കണേ, ഒന്ന് കൈപിടിക്കണം. തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കണം, അവിടുത്തെ ചാരത്തൊന്നിരിക്കണം. ഹബീബിന്റെ ചാരത്ത്. ആകാശമേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉദിച്ച സൂര്യൻ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉദിച്ച ചന്ദ്രൻ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ അടിച്ചു വീശിയ മന്ദമാരുതൻ. നിങ്ങളൊക്കെ വലിയ ഭാഗ്യമാണ്, ഭാഗ്യമാണ്. നമുക്കറിയാം, മദീനയിൽ നിന്നും ഉദിച്ചുയരുന്ന സൂര്യനും മദീനയുടെ ആകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രന്റെ പ്രകാശവും
പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യമാണ് മദീനയുടെ മണ്ണ്. നീ വലിയൊരു ഭാഗ്യവതിയാണ്. മറ്റൊന്നുമല്ല, ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്താൻ സ്വീകരിച്ച മണ്ണാണ് മദീനയിലെ മണ്ണ്. സഹാബിക്ക് വല്ലാത്ത ആഗ്രഹം ഒന്ന് ചാരത്തിരിക്കാം, പക്ഷേ മനസ്സിന്റെ അകത്ത് വല്ലാത്ത അങ്ങനെയുണ്ടല്ലോ. നമ്മൾ ചില ആലിമീങ്ങളെ കണ്ടാൽ, ചില സയ്യിദുമാരെ കണ്ടാൽ ഒന്ന് അടുത്ത് പോകണമെന്നുണ്ട്, പക്ഷെ മനസ്സേ ഒരിക്കുന്നില്ല. ഈ സഹാബിക്ക് വല്ലാത്തൊരു ആഗ്രഹം. പക്ഷേ ലോകത്തിന്റെ നേതാവ് സഹാബിയെ വിളിക്കുകയാണ്, പക്ഷെ പോവില്ല, പേടിയാണ്. ആ സഹാബി പറഞ്ഞു, എനിക്ക് പേടിയാണ്, എനിക്ക് ചാരത്തേക്ക് വരാൻ പേടിയാണ്. അന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, വല്ലാത്തൊരു മറുപടിയാണ്, കണ്ണ് നിറഞ്ഞു പോകുന്ന മറുപടി. എന്താണെന്നറിയോ? റസൂലുള്ളാഹി ഉണങ്ങിയ റൊട്ടി, കേൾക്കണേ, ഉണങ്ങിയ റൊട്ടി പൊടിച്ച്, ഉണങ്ങിയ കുബൂസ് പൊടിച്ച് അത് തിന്ന് ജീവിച്ച ആമിനാന്റെ മകനാണ്. ആ ചരിത്രം കേൾക്കുമ്പോ ഇല്ലേ, ചില സമയത്ത് കണ്ണ് നിറഞ്ഞു വിട്ടു. ഉണങ്ങിയ കുബൂസ് പൊടിച്ചിട്ട് ആ കുബൂസ് തിന്ന് ജീവിച്ച ആമിനാന്റെ മോനാണ് ഞാൻ എന്ന് എന്തിന് മയക്കുന്നു? ആരായിട്ട് പറഞ്ഞത്? നേരത്തെ പറഞ്ഞില്ലേ, ഖുർആന്റെ വചനമല്ല, ഹദീസാണ്. ഈ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു റസൂൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ആലോചിച്ചു, ആ പ്രവാസികളെ പറഞ്ഞത് എന്റെ എന്തിന് വേക്കും? ഇതാണ് റസൂലുള്ളാഹിന്റെ ചരിത്രം. ഇതിന്റെ ഇടയിൽ നിർത്താൻ പോയാണ് മുഖ്യ പ്രവാചകൻ ആസിം ഉസ്താദുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ യൂട്യൂബിന്റെ കഥ പറയുമ്പോ, യൂട്യൂബിൽ ഇസ്ലാമിന്റെ ശത്രുവായി വർഗീയ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ എന്ന ലേബിൾ ഒരാളുണ്ട്, സബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. മനുഷ്യത്വം മരവിച്ച ആ മനുഷ്യത്തെ യൂട്യൂബില് അയാൾ പറയുന്നത്, റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു ഗോത്ര തലവനാണ്, ഒരു ഗോത്രത്തിലെ ഒരു നേതാവാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചരിത്രത്തിന്റെ താളുകൾ പറഞ്ഞാൽ എത്ര ചിന്തകന്മാരാണ് റസൂലുള്ളാഹിനെ കൈ വെച്ചിട്ടുള്ളത്. മക്കളെ സംസാരിക്കാൻ നന്നാമതി ഒരല്പം സഹകരിക്കും, ആലോചിച്ചു നോക്കണം. പറഞ്ഞു വന്നത്, അയാൾ പറഞ്ഞു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതുകൊണ്ട് സമ്പന്നനായി. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചുകൊണ്ട് സമ്പന്നനായി. ഖദീജ ബീവി വലിയ വ്യാപാരിയാണ്, വലിയ മാർക്കറ്റും അതുപോലെ തന്നെ ബിസിനസ് മൈൻഡുമുള്ള സഹോദരിയായിരുന്നു ഖദീജ ബീവി. ശരിയാണ്. ആ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചുകൊണ്ട് റസൂൽ വലിയ സമ്പന്നനായി. ഇയാൾ പറയാം, ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. പകുതിയായ ഖദീജ ബീവിക്കുണ്ടായ സമ്പത്ത് മുഴുവൻ എന്താ ചെയ്തത്? ഉമ്മമാര് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത് അവസാന സമയത്ത് വഫാത്തിന്റെ വേളയിൽ ഖദീജ ബീവി കിടക്കുമ്പോൾ ഖദീജ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. ലോകം സൃഷ്ടിക്കാൻ ഹേതുവായ ശഫീഉനാ റസൂലുള്ളാഹി ഖദീജ ബീവി ഇങ്ങനെ നോക്കിയാണ്. അങ്ങനെ ഖദീജ ബീവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉമ്മമാർ ആലോചിക്കണം. കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എന്നെ നിങ്ങൾക്ക് പൊരുത്തമല്ലേ, എന്നെ ഇഷ്ടമല്ലേ? എപ്പോ ചോദിക്കുന്നത്? യുവത്വത്തിലല്ല, പ്രായമുള്ള സമയത്ത്. പ്രായമുള്ള ഒരു പിതാവ് പെണ്ണുങ്ങളുടെ എന്നെ ഇഷ്ടമല്ലേ, ആ ഇഷ്ടം ചോദിക്കാനുള്ള ഒരു സമയം എന്ന് പറയും അല്ലെ? ഇപ്പൊ ഇഷ്ടം ചോദിക്കാം. പ്രായമായാൽ പോലും 70 വയസ്സായാൽ അത് ഭാര്യയും ഭർത്താവും, ചില ഭാര്യക്ക് 50 വയസ്സായിരിക്കും, പിന്നെ 60-65 വയസ്സായിരിക്കും, ഭർത്താവിന് 70 വയസ്സായിരിക്കും. ഇനി പോട്ടെ, 50 വയസ്സ് 70 ആയിക്കോട്ടെ, ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. കുറെ കാലം യൗവനുണ്ടാകും ഒന്നിച്ച് കിടന്ന ഭാര്യ ഭർത്താക്കന്മാര്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിച്ച് കിടക്കുന്നുണ്ട്? പ്രായമാകുമ്പോൾ ഭർത്താവ് വേറെ മൂലക്കായി, ഭാര്യ വേറെ മൂലക്കായി, മരിച്ചത് പോലെ അറിയില്ല. ഭർത്താവിന് 70-75 വയസ്സാകുമ്പോഴും ഉമ്മമാരെ നിങ്ങൾ കൂടെ കിടക്കണം.
നിങ്ങളെ കൂടെ ഉണ്ടാണ്. ആ കാലൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ നമ്മൾ ഒന്നിച്ച് കിടക്കുക? അങ്ങനെ ആകരുത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന കാലാണ് ഭാര്യ കൂടെ ഉണ്ടാകേണ്ടത് പ്രായമുള്ള സമയത്താണ്. ആലോചിച്ച് നോക്കണം. എന്നെ ഇഷ്ടമല്ലേ ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് ശഫീഉന റസൂലുള്ളാഹി ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അന്നേരം അള്ളാഹു റസൂൽ അങ്ങോട്ട് ചോദിച്ചൊരു വാക്ക്, എന്നെ പുഷ്പമല്ലേ? ആരാ ചോദിക്കുന്നത്? ഇതാണ് റസൂലുള്ളാഹിന്റെ ചരിത്രം. എന്നെ ഇഷ്ടമല്ലേ? മഹതിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോൾ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ആ ഖദീജ വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോൾ ഇത്ര വലിയ കോടീശ്വരയായി ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട ആകെ ഉണ്ടായത് കഴുത്തിലൊരു മാല. ആ മാല വസിയത്ത് ചെയ്തിട്ട് കൊടുത്തത്രേ, എന്റെ പൊന്നമകൾ ഫാത്തിമക്ക് കൊടുക്കാൻ എന്റെ അടുത്ത് ഒന്നുമില്ല, ഇത് സൈനബക്ക് കൊടുക്കണേ ഏൽപ്പിച്ചു അത്രേ. ആ ഖദീജ ബീവിയുടെ ഭർത്താവാണ് അല്ലാഹു റസൂല്. എന്നിട്ട് പറയാണ് സമ്പന്നനായത്. എവിടെ സമ്പന്നനായിട്ടുള്ളത്? വഫാത്തിന്റെ വേളയിൽ പോലും ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു മണ്ണെണ്ണക്കൂട് കത്തിക്കാനുള്ള മണ്ണെണ്ണ ഇല്ലാതിട്ട് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണ കടം വാങ്ങിക്കൊണ്ട് വന്നിട്ട് വിളക്ക് കത്തിച്ചിട്ടാണ് ലോകത്തിന്റെ നേതാവ് അവസാനം വിട പറയുന്ന റസൂലുള്ളാഹിന്റെ വീട്ടിലെ ചരിത്രമാണ്. ആലോചിച്ച് നോക്കണം. ബാങ്ക് ബാലൻസുകളില്ല, ഏക്കർ കണക്കിന് വരുന്ന ഈന്തപ്പഴത്തോട്ടം മോളെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. ഒന്ന് അത്, രണ്ട് തന്റെ പടയെങ്കിൽ ജൂതന്റെ വീട്ടിൽ പടയം വെച്ചിട്ടാണ് ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ റസൂലുള്ളാഹിയെ കുറിച്ചാണ് വൃത്തികെട്ട സബാസ്റ്റ്യൻ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് ആരാണ് സബാസ്റ്റ്യൻ? അയാൾ പറയുന്നു സമ്പന്നനായ പ്രവാചകന് എവിടെ സമ്പത്തുണ്ടായത്? റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടത്തിലുള്ള അവസ്ഥ ഇതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെടാൻ നന്നായിട്ട് റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ആ ചരിത്രത്തിലൂടെ നമ്മുടെ കൽബ് വികസിപ്പിക്കാൻ കഴിയണം. ആ ചരിത്രത്തിലൂടെ ഒരു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയണം. പ്രവാചക പ്രേമ ചർച്ചകളുടെ ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിക്കണം. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ. അങ്ങനെ ആരാണ് റസൂലുള്ളാഹി എന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുപകരിക്കുന്ന ഒരു സദസ്സായി, ഒരു നാടായി, ഒരു മദ്രസയായി, അതിന്റെ ഒരു പ്രവർത്തനമായി അല്ലാഹു ഇത് മാറ്റട്ടെ. ആമീൻ പറയുമ്പോൾ അല്ലാഹു മാറ്റട്ടെ. പ്രത്യേകിച്ച് നേരത്തെ വരുമ്പോ പറഞ്ഞു, സഹോദരിമാരോടൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, രക്ഷിതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം നമ്മുടെ അടുത്ത പരിപാടി പള്ളി ഒന്ന് പൊളിച്ച് നല്ല പള്ളി കെട്ടണം എന്നുള്ളതാണ്. എല്ലായിടത്തും നല്ല പള്ളിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കാൻ വരാറുണ്ട്. പ്രിയപ്പെട്ട ഈ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം വന്നു. നമുക്കറിയാം നമ്മുടെ കണ്ണൻകുളത്തെ പള്ളി മാത്രം വല്ലാത്തൊരവസ്ഥയിലാണ്. നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്തുനിന്ന് ഒരംശം നമ്മൾ പള്ളിക്ക് കൊടുത്താൽ നല്ല പള്ളിയാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ അവിടെയുണ്ട്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെയുണ്ട്, കുടുംബക്കാരുടെ വീട്ടിൽ അവിടെയുണ്ട്. നമ്മുടെ ഈ മദ്രസയെ നമ്മുടെ മദ്രസയാണ്. എന്റെ മദ്രസ, എന്റെ മോന്റെ മദ്രസ, എന്റെ മോളെ മദ്രസ, അവിടെ വേണം ഇന്റർലോക്ക് എന്ന് കൽബിൽ ഒന്ന് കരുതിയിട്ട് ഉമ്മമാർ, ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചകളോ കാര്യങ്ങൾ നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് അസ്റഫി ഉസ്താദ് വന്നപ്പോ പ്രവാചക പ്രകീർത്തനത്തിന്റെ സദസ്സില് റബീഉൽ അവ്വൽ മാസത്തില് മക്കളെ സാക്ഷി വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ മകൻ ഞങ്ങളെ മദ്രസാണ് ഒന്ന് ഭംഗിയാവട്ടെ, ഞങ്ങളെ മക്കള് ചവിട്ടേണ്ട ഭൂമിയാണ് ഒന്ന് ഭംഗിയാവട്ടെ എന്ന് കരുതി നിങ്ങളാൽ കഴിയുന്ന സഹകരണങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഈമാനിന്റെയും പ്രവാചക സ്നേഹത്തിന്റെയും ഭാഗമാണ്. കാരണം മദ്രസ ഭംഗിയാക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ണൻകുളത്തെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് അവർ ചോദിക്കുമ്പോൾ തന്നവരാണ്. നന്നായിട്ട് എനിക്കറിയാം. അകമഴിഞ്ഞുകൊണ്ട് മഹലിനെ അത് സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നിന്റെ യഥാർത്ഥമായ ദീനിന്റെ അഖിൽകാരിൽ പെടുത്തവരുള്ള. ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചിട്ടില്ല. മക്കളെ മര്യാദ പഠിപ്പിക്കുന്നത് ഒന്ന് റസൂലിനെ വിശദീകരിക്കേണ്ട, ഒന്ന് റസൂലുള്ളാഹിനുള്ള സ്നേഹം, 2 അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, 3ാമത്തത് ഖുർആൻ പാരായണം ചെയ്യും, ഖുർആൻ പഠിപ്പിക്കുക മക്കൾക്ക്. ആ ഖുർആനിലൂടെ ആയത്തും ഹദീസും ചരിത്രമൊക്കെ വന്ന് ഈ 3 മര്യാദ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചെടുത്താലുള്ള മക്കളെ വിജയിച്ച് രക്ഷപ്പെടും. അല്ലാഹുവേ നിങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ
ഈ മഹല്ലുകാരെടുക്കുന്ന എല്ലാ സംരംഭവും നീ വിജയിപ്പിക്കണമേ. വളരെ സുന്ദരമായ മദ്രസ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, പ്രവാസികൾ, നാട്ടുകാര്, പ്രായമുള്ളവര്, ഉമ്മമാര്, അല്ലാഹുവേ എല്ലാവർക്കും ഇതിന്റെ തക്കതായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോ ഈ മഹല്ലിന് വേണ്ടി പ്രയത്നിച്ച, ഈ മഹല്ലിന് വേണ്ടി കഷ്ടപ്പെട്ട, ഈ മഹല്ലിന് വേണ്ടി ചോര നീരാക്കിയ നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കുടുംബക്കാര്, കാരണവന്മാർ മണ്ണറയിലുണ്ട്. അല്ലാഹുവേ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. ഹൈറും ബറക്കത്തുള്ള നാടാക്കണേ അല്ലാഹ്. സ്നേഹവും ഐക്യവുമുള്ള നാടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.